ചുള്ളിയോട് ചന്തയ്ക്ക് സമീപം ഇന്നലെ രാത്രി തീപിടുത്തം ഉണ്ടായത് സ്ഥലമാണിത്. ഇവിടെയാണ് ഭാസ്കരൻ എന്നയാൾ വെന്തു മരിച്ചത്. നെന്മേനി ഗ്രാമപഞ്ചായത്തിൻ്റെ ഹരിതകർമ്മസേന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലമാണിത്. ആ മാലിന്യങ്ങൾക്ക് തീപിടിച്ച് തൊട്ടടുത്ത ഷെഡിലേക്കും തീ പടരുകയായിരുന്നു. ആ ഷെഡിന് പിൻവശത്താണ് ഈ ഭാസ്കരൻ എന്നയാൾ ഉറങ്ങിയിരുന്നത്. അങ്ങനെയാണ് ഈ തീയിൽപ്പെട്ട് മരിച്ചത്. എന്താ സംഭവിച്ചത് ഇന്നലെ രാത്രി? ഇന്നലെ രാത്രി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടുന്ന് ഞങ്ങൾ പള്ളി കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടുന്ന് ചെറുങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചാൽ അവിടെ ഭാസ്കരന് സാധാരണ ഇവിടെ കിടക്കുന്നതാണ് അവന്. അപ്പോൾ ഞങ്ങൾ വീട്ടിലും പോവുകയും ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തീ പടർന്ന് വിളിച്ച് അങ്ങനെ ഫയർഫോഴ്സ് വരികയും ഞങ്ങൾ പറയുന്നുണ്ട് ഭാസ്കരൻ ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാകും എന്ന് പറയുന്നുണ്ട്. പക്ഷേ എവിടെയാണ് കിടക്കുന്നതെന്നുള്ള അറിയില്ല. അപ്പോൾ കോളനിയിലേക്ക് വിളിച്ചപ്പോൾ കോളനിയിൽ അവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ തന്നെ ഉണ്ടാവും പറഞ്ഞു. അവൻ കിടക്കുന്നതിൻ്റെ ഏരിയ തന്നെയാണ് തീ പടർന്നതും. ഈ തീ എങ്ങനെയാണ് കത്തിയെന്നുള്ള നമുക്കൊരു ധാരണ ഇല്ലല്ലോ. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ അധികാരികൾ അനാസ്ഥ മൂലം സംഭവിച്ചിട്ടുള്ള ഒരു ദുരന്തമാണിത്. അതിലൊരു മനുഷ്യൻ്റെ ജീവൻ പൊലിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതലുള്ള വിഷമം. അവിടുന്ന് തരം തിരിച്ചോളാൻ പറഞ്ഞിട്ട് അവിടെ കൊണ്ടുവന്ന് വേസ്റ്റ് ഇട്ടിട്ട് തരം തിരിച്ചോളാൻ പറഞ്ഞിട്ടുണ്ട്. ഓറലി അവർ വാക്കിൽ പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് എഴുതി തന്നിട്ടോ റിപ്പോർട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അത് തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അവരുടെ ഒരു ഓഫീസ് മാത്രമാണിത്. ഇത് തന്നെ അവരിപ്പോൾ വാടക സാധനങ്ങൾ വീട്ടിലേക്ക് കല്യാണ ആവശ്യങ്ങൾക്ക് പാത്രങ്ങൾ കൊടുക്കലും ഗ്ലാസും പ്ലേറ്റും കൊടുക്കലും അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ മാറ്റാൻ ആവശ്യപ്പെട്ടിട്ട് 2 വർഷത്തിൻ്റെ മേലെയായി ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തുടരെ ഈ ജനവാസ കേന്ദ്രം ഇവിടെ താഴേക്ക് പോയാൽ ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി പാർക്കുന്ന സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഈ വാർഡിലെ മെമ്പർ ഉഷയാണ് നമ്മളോടൊപ്പം ചേരുന്നത്. ഇപ്പോൾ ഈ റിജക്റ്റഡ് വേസ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് മാറ്റണം എന്ന് പക്ഷേ ആളുകൾ നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു എന്നൊക്കെ പലരും നമ്മളോട് പറഞ്ഞു. അപ്പോൾ ഇത് എന്ത് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്? റിജക്ട് ചെയ്ത സാധനം പിന്നെ എന്ത് ചെയ്യും? അതായത് റിജക്റ്റഡ് വേസ്റ്റ് കൊണ്ടുവന്ന ക്ലീൻ കേരളയാണ്. അപ്പോൾ ക്ലീൻ കേരള കഴിഞ്ഞ ദിവസം ഒരു ലോഡ് കൊണ്ടുപോയിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസത്തിനകം ഇത് മാറ്റാനുള്ള സംവിധാനം പഞ്ചായത്ത് ചെയ്യാനുള്ള ഒരിതിലായിരുന്നു. ക്ലീൻ കേരള അഥവാ വൈകുകയാണെങ്കിൽ പ്രൈവറ്റ് ഏജൻസിയെ ഏൽപ്പിക്കാനുള്ള ഇതും കൂടി പഞ്ചായത്ത് ആലോചിക്കുന്നുണ്ടായിരുന്നു. പലതവണ ഈ മാലിന്യങ്ങൾ ഇവിടെ നിന്ന് നീക്കം ചെയ്യാൻ നാട്ടുകാർ ആവശ്യപ്പെട്ടതാണ്. പ്രതിഷേധം ശക്തമായപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 2 ലോഡ് മാലിന്യം നീക്കി. പക്ഷേ പിന്നീട് ബാക്കി മാലിന്യങ്ങൾ നീക്കാനുള്ള ശ്രമം ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നത്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഉണ്ടായത്. ഈ തീപിടുത്തത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു. അതിന് കാരണം ഈ നെന്മേനി പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയാണ് എന്ന ആരോപണമാണ് ഉയരുന്നത്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്.